ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്വിസ് റോൾ തയ്യാറാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ വേവിച്ച് പൊടിച്ചെടുത്തത്, സവാളയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടി ചെറുതായി കൊത്തി അരിഞ്ഞതും, ഫ്രോസൺ ഗ്രീൻ പീസ്, പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതും കൂടിയാണ്. ഇനി റോൾ ചെയ്യാൻ ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞതും തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ഒന്ന് വാടി വരുമ്പോഴേക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ചിക്കൻ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ റോളിനുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി റോൾസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഓരോ ഷീറ്റുകളായി എടുത്ത് അതിൽ ഫില്ലിങ്സ് നിറച്ച് കോൺ സ്റ്റാർച്ച് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. മുഴുവൻ ഷീറ്റുകളും ഇങ്ങനെയൊന്ന് റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതെല്ലാം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസ് ആക്കി കൊടുക്കാം. ഇനി റോൾസ് എല്ലാം ഒരു 15 മിനിറ്റ് വെച്ച് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്വിസ് റോൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണേ. താങ്ക്